എല്ലാവർക്കും നമസ്കാരം. ആതുര ശുശ്രൂഷ രംഗത്ത് വളരെ മികച്ച പ്രവർത്തനങ്ങൾ, സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുന്ന ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിലെ ബഥനി നവജീവൻ ഫിസിയോതെറാപ്പി സെൻറ്റർ. ഇവിടെ അത്യാധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഷോക്ക് വേവ് ട്രീറ്റ്മെൻറ്റ്, ലേസർ തെറാപ്പി, അതുപോലെ കോമ്പിനേഷൻ തെറാപ്പി, അങ്ങനെ പലതും. നമുക്കിന്ന് ഷോക്ക് വേവ് തെറാപ്പിയെക്കുറിച്ച് അറിയാം. ഇന്ന് നമ്മളോട് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇവിടുത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ സംഗീത് എസ് ആണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സംഗീത്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഷോക്ക് വേവ് തെറാപ്പി, അപ്പോൾ ഷോക്ക് തരംഗങ്ങൾ ആയിരിക്കും ശരീരത്തിലേക്ക് കടത്തിവിടുന്നത് അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ ചികിത്സ എന്നുള്ളത് വിശദമായി പറയും. ഇത് ഫിസിയോതെറാപ്പി രംഗത്ത് അത്യാധുനികമായിട്ട് ചെയ്തു വരുന്ന ചികിത്സാ രീതിയാണ്. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഫിസിയോതെറാപ്പി ചികിത്സകളെക്കുപരി ഇപ്പോൾ നൂതനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പി ചികിത്സയാണ് ഷോക്ക് വേവ് തെറാപ്പി. ഹൈ ഇൻറ്റൻസിറ്റി സൗണ്ട് വേവുകൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള മസ്കുലോ സ്കെലിറ്റൽ പ്രോബ്ലംസിനും, അതായത് നമ്മുടെ എല്ലുകൾക്കുള്ള പ്രോബ്ലംസിന്, അതുപോലെ തന്നെ നാഡീവ്യൂഹത്തിനുള്ള പ്രോബ്ലംസിനും എല്ലാം ഒരു വളരെ മികച്ച ചികിത്സാ രീതിയാണ് ഷോക്ക് വേവ് തെറാപ്പി. ഈ ചികിത്സ ഏതൊക്കെ തരം രോഗികളിൽ അല്ലെങ്കിൽ ഏതൊക്കെ രോഗാവസ്ഥകളിലാണ് ഈ തെറാപ്പി സാധ്യമാകുന്നത്? സാധാരണമായിട്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്, നമ്മുടെ ഒ പിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രോഗങ്ങളായിട്ടുള്ള, അതായത് ഓർത്തോപീഡിക്സ്, അതായത് എല്ലുകൾ സംബന്ധിച്ചുള്ള രോഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ചികിത്സ ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈലിറ്റിസ്, മീഡിയൽ എപ്പിക്കോണ്ടൈലിറ്റിസ്, അതുപോലെ കാലിനടിയിൽ വരുന്ന പ്ലാന്റർ ഫേഷ്യേറ്റസ്, അതുപോലെ തന്നെ സന്ധിവാതം, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തുടങ്ങി എല്ലാ കണ്ടീഷൻസിനും, ഓർത്തോ റിലേറ്റഡ് എല്ലാ കണ്ടീഷൻസിനും നമുക്ക് ഈ തെറപ്പി യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിൽ മെയിനായിട്ട് വരുന്ന ഒരു കാര്യമാണ് സ്പാസ്റ്റിസിറ്റി, അതായത് കൈയിലെയും കാലുകളുടെയും മസിലുകൾക്കുണ്ടാകുന്ന കട്ടി കൂടുന്ന ഒരു സംഭവം. അതിന് നമ്മൾ ഷോക്ക് വേവ് തെറപ്പി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പീഡിയാട്രിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളിൽ വരുന്ന സെറിബ്രൽ പാൾസി തുടങ്ങിയ എല്ലാ മസ്കുലോ സ്കെലിറ്റൽ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിനും ഷോക്ക് വേവ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വേഗത്തിൽ റിക്കവറി സാധ്യമാക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇത് എത്രത്തോളം വേദനാജനകമാണ്? ഷോക്ക് വേവ് തെറപ്പി പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചാൽ വേദന, ചെറിയ രീതിയിലുള്ളൊരു വേദനയുണ്ട്. എന്നാൽ നമ്മൾ സാധാരണമായി സഹിക്കുന്ന, ദൈനംദിന ജീവിതത്തിൽ സഹിക്കുന്ന വേദനകളുടെ അത്രയും പോലും ഷോക്ക് വേവിന് വേദന വരുന്നില്ല. ഇത് പല സെഷനുകളായിട്ടാണല്ലോ ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ എത്ര സെഷനുകൾ ഒരു രോഗിക്ക് വേണ്ടി വരും? എത്ര സെഷനുകൾ വേണം എന്നുള്ളത് ആ രോഗിയുടെ അവരുടെ അവസ്ഥ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഒരു സെഷൻ കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഒരു റെസ്റ്റ് പീരീഡ് നമുക്ക് ആവശ്യമാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത്, നമ്മളൊരു ഷോക്ക് വേവ് തെറപ്പി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള കോശങ്ങൾക്കുണ്ടാകുന്ന ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു റെസ്റ്റ് പീരീഡ് കൊടുക്കണം. പക്ഷേ ഒരു 3 സെഷൻ കൊണ്ട് വളരെ സിവിയർ ആയിട്ടുള്ള പെയിനുകളും വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഈ തെറാപ്പിയിൽ സൈഡ് എഫക്ട്സ്, അതായത് പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ? സൈഡ് എഫക്ട്സ് സാധാരണ ഫിസിയോതെറാപ്പികൾ ചികിത്സാ രീതിയിൽ വളരെ കുറവാണ്. ബട്ട് അപകട സാധ്യതകൾ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾക്ക് കുറച്ച് പ്രിക്വേഷൻസ്, അതായത് മുൻകരുതലുകൾ എടുക്കാനുണ്ട്. ഉദാഹരണം, പേസ് മേക്കേഴ്സ് വെച്ചിട്ടുള്ള പേഷ്യൻസ്, കാർഡിയക് പ്രോബ്ലം, അതായത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള പേഷ്യൻസ്, അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഡീപ്പ് വൂണ്ട് അൾസേഴ്സ്, അതായത് കൂടുതലായിട്ടും കാലുകളിൽ മുറിവുകളോ അങ്ങനെയുള്ള ബ്ലീഡിങ് കണ്ടീഷൻസ്, അതായത് രക്തം കട്ട പിടിക്കാത്ത രീതിയിലുള്ള അസുഖങ്ങളുള്ളവർക്ക് നമുക്ക്, വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ചെയ്യുന്നതിൽ കോൺട്രാ ഇൻഡിക്കേഷൻ, അതായത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവർക്ക് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ളത് കൊണ്ട്, നമുക്ക് രക്തം വാർന്നു പോകുന്ന അസുഖമുള്ളത് കൊണ്ട് ഇത് നമ്മൾ കൊടുക്കാൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അതായത് അവർക്ക് കൊടുക്കുന്നതിൽ നമ്മൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ഈ മറ്റ് ചികിത്സകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വളരെ വേഗത്തിൽ നടത്തുന്ന ഒരു ചികിത്സയാണല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഒരു രോഗിക്ക് എത്ര വേഗത്തിലാണ് അതിൻ്റെ ആശ്വാസം അല്ലെങ്കിൽ ആ ഒരു റിക്കവറി ലഭിക്കുന്നതും എത്ര വേഗത്തിലായിരിക്കും? സാധാരണ നമ്മൾ മെഡിസിൻസ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമുക്ക് ചിന്തിക്കുകയാണ്, റിക്കവറി ഫാസ്റ്റായിട്ടുണ്ടാവും. ബട്ട് അതിന് മെഡിസിൻസിന് എപ്പോഴും സൈഡ് എഫക്ട്സ് ഉണ്ടാവും. കാരണം നമ്മൾ ഉള്ളിലേക്ക് ഒരു മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ നമ്മളത് നമ്മളുടെ കരളിൽ പോവുകയും പിന്നെ അതിനുശേഷം അത് ശരീരത്തിലേക്ക് വരുന്നതിലുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഇതെടുക്കുമ്പം എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത് എവിടെയാണോ വേദന ഉള്ളത് ആ ഏരിയയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് അവർക്ക് റിക്കവറി വളരെ വേഗത്തിൽ സാധ്യമാക്കുകയും വേറെ പ്രശ്നങ്ങളിലേക്ക് രോഗിയെ എത്തിക്കാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ റിക്കവറി ഫാസ്റ്റർ ആക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആ ഭാഗത്തുണ്ടാകുന്ന
പ്രശ്നമായിട്ടുള്ള കോശങ്ങളെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കോശങ്ങൾ ഉണ്ടാവുന്നതിനെ ഹീലിങ്ങിനെ ഫാസ്റ്റ് ആക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അകത്തേക്ക് മെഡിസിൻ സ്ഥിരമായി കഴിക്കുന്നവർക്കൊക്കെ അങ്ങനെയുള്ള രോഗികൾ ഉണ്ടാവില്ലേ? അപ്പോൾ അവർക്കൊക്കെ എത്രമാത്രം ഇത് എല്ലാ രോഗികൾക്കും എഫക്റ്റീവ് ആണ്. പക്ഷെ നമ്മൾക്കിപ്പം അകത്തേക്ക് മെഡിസിൻ കഴിക്കുന്ന വേറെ കണ്ടീഷൻസിന് വേറെ അസുഖങ്ങൾക്കായിരിക്കാം, പക്ഷെ അത് പ്രശ്നമായിട്ട് വരുന്നില്ല. ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ ഞങ്ങൾ ഫിസിയോസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിശദമായും അവരുടെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള അസസ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് ആ അസസ്മെന്റിൽ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സയാണ് നമ്മൾ എന്നിട്ടാണ് എത്ര സെഷൻ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. രോഗിയുടെ രോഗാവസ്ഥ അറിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നു, അല്ലെങ്കിൽ പല സെഷനായിട്ട് ഇത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന്റെ എത്രമാത്രം ചെലവ് വരും? ഒരു സാധാരണ രോഗിക്ക് താങ്ങാൻ പറ്റുന്ന ചെലവാണോ ഇതിന് വരുന്നത്? സാധാരണ രോഗികൾക്ക് താങ്ങാൻ പറ്റുന്ന ചെലവേ വരുന്നുള്ളൂ. വേറെയുള്ള ക്ലിനിക്കുകളിൽ ഇതിന്റെ സെഷൻ എത്രയാണെന്ന് പറഞ്ഞാൽ ഒരു സെഷൻ 1500ഓളം രൂപ നമുക്കൊരു സെഷന് വരും. പക്ഷെ നമ്മുടെ ക്ലിനിക്കിൽ 700 രൂപ മാത്രമേ ഉള്ളൂ ഒരു സെഷന് ചിലവാകുന്നുള്ളൂ. ആ 700 രൂപയിൽ ഒരു 2-3 സെഷൻ കൊണ്ട് നമ്മൾക്കിത് അവസാനിപ്പിക്കാവുന്നതാണ്. അതിൽ എല്ലാ രോഗികൾക്കും 2-3 സെഷൻ വേണമെന്നില്ല. ഒറ്റ സെഷൻ കൊണ്ട് അവസാനിപ്പിച്ചതും രോഗികൾ നമ്മളുണ്ട്. ഈ ഒറ്റ സെഷൻ കൊണ്ടെന്നുള്ള അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇപ്പം സിവിയർ ആയിട്ടുള്ള ആംഗിൾ ഇഞ്ചുറീസ് ഒക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ ഒരു 2 സെഷൻ കൊണ്ട് ഇവർക്ക് പൂർണ്ണമായും അവരുടെ വേദന മാറ്റാൻ സാധിക്കും. പക്ഷേ ഇവർ വേറുള്ള ചികിത്സാ രീതികൾ തേടുകയാണെങ്കിൽ മെഡിസിൻസ് എടുക്കുകയാണെങ്കിലും ഒരാഴ്ച 2 ആഴ്ചത്തോളം അത് നിൽക്കുകയും ചെയ്യും. അതിലുണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് അവർ വേദന മാത്രം കുറയ്ക്കാനുള്ള മെഡിസിൻസേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ റിക്കറന്റ് ആയിട്ട് അവർക്ക് ഇത് വരുന്നത് അവരുടെ കാലുകളിലെ മസിൽസിനുള്ള വേദനയുടെ കാരണത്തെ അല്ല ചികിത്സിക്കുന്നത്. അവരുടെ കാലിന്റെ മസിലിന്റെ ഇൻസ്റ്റെബിലിറ്റി കൊണ്ടാണ് അവർക്ക് റിക്കറന്റ് ആയിട്ട് ഇത് വരുന്നത്. അപ്പം നമ്മൾക്ക് അവിടെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേദന കുറയ്ക്കുകയും പിന്നെ നമ്മളുടെ ബാക്കിയുള്ള ചികിത്സാ രീതികൾ വഴി കാലിന്റെ മസിലുകളുടെ പേശികളുടെ ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതോടെ അവർക്ക് ഇത് റിക്കറന്റ് ആയിട്ട് വരുന്നതിനെ നമുക്ക് തടയാൻ സാധിക്കും. അതുകൊണ്ട് ചെലവ് വളരെ കുറവാണ്. സാധാരണ ചികിത്സാ രീതികൾ തേടുന്നതിലും വളരെ കുറവാണ്. നമുക്കിവിടെ ഈ ബഥനി നവജീവൻ ഫിസിയോതെറാപ്പി സെന്ററിൽ ഈ ഒരു ട്രീറ്റ്മെന്റിന് വരുന്ന രോഗിക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറുടെ റെഫറൻസ് ആവശ്യമുണ്ടോ? വളരെ നല്ലൊരു ചോദ്യമാണ്. ഫിസിയോതെറാപ്പി ചികിത്സ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു ഡോക്ടറിൻ്റെ റെഫറൻസിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് പ്രൈമറി ഹെൽത്ത് കെയർ പ്രാക്ടീഷണറാണ്. അതായത് നിങ്ങൾക്ക് ആദ്യം ഞങ്ങൾ ചികിത്സിക്കുന്ന ഏത് അസുഖത്തിനും ആദ്യം നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഒരു ഡോക്ടേഴ്സിൻ്റെയും റെഫറൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഈ രോഗി എത്ര നാൾ ഒരു റെസ്റ്റ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ വ്യായാമത്തിലോ ഒക്കെ ഏർപ്പെടാൻ ആ രോഗിക്ക് ഉടനെ തന്നെ സാധിക്കുമോ എന്നുള്ളത്? പ്രധാനമായിട്ടും ഷോക്ക് വേവ് തെറപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം നമ്മൾ റെസ്റ്റ് പറയാറുണ്ട്. കാരണം അവർക്ക് ആ ഹീലിംഗ് പ്രോസസ്സ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അവർക്ക് ഏത് തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നതോ എക്സസൈസ് ചെയ്യുന്നതിലോ പ്രോബ്ലം ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആ രോഗിയുടെ അവസ്ഥ, അതായത് ആ രോഗികൾക്ക് സാധാരണ നമ്മൾ വരുന്ന ഒരു പ്രായമായ ഒരു വ്യക്തിക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതായത് സന്ധിവാതം വരുന്നത് പോലെയല്ല ഒരു ചെറുപ്പക്കാരനതുള്ളത്. ചെറുപ്പക്കാരുകൾ ആയിട്ടുള്ള അതായത് പ്രായം കുറഞ്ഞ വ്യക്തികൾക്കും സന്ധിവാതം പോലുള്ള അസുഖങ്ങളുണ്ടാകും. ആ വ്യക്തിയുടെ പേശികളുടെ ബലമായിരിക്കില്ല ചിലപ്പോൾ പ്രായമായവർക്കുണ്ടാവും. അതുപോലെ ദീർഘകാലമായി മരുന്ന് ഉപയോഗിക്കുന്നവർക്കും പ്രശ്നം. അതുകൊണ്ട് ആ രോഗിക്ക് എന്താണോ ആവശ്യം അവരോട് അതിന് രീതിയിലാണ് നമ്മൾ എക്സസൈസുകൾ സജസ്റ്റ് ചെയ്യുന്നതായാലും അവരോട് വർക്ക് ചെയ്യണമെന്ന് പറയുന്നതായാലും. പക്ഷെ ഈ ഒരു ചികിത്സാ രീതികൾ കൊണ്ട് അവരുടെ ഒരു ദൈനംദിന പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടില്ല. അപ്പോൾ ശരിക്കും ഷോർട്ട് വേവ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം വളരെ വിശദമായി തന്നെയാണ് ഇവിടുത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ സംഗീത് എസ് നമുക്ക് മറുപടി നൽകിയത്. ഒരുപാട് നന്ദി സംഗീത്.